ഇന്ന് നമ്മുടെ യാത്ര കാനഡയിലെ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ബുദ്ധ ടെമ്പിളിലേക്കാണ്. രാജകുമാരനായി ജനിച്ച സിദ്ധാർത്ഥൻ മനുഷ്യരുടെ ദുഃഖങ്ങൾ കണ്ടപ്പോൾ ധ്യാനത്തിലൂടെയും ആത്മചിന്തയിലൂടെയും ബോധോദയം നേടി ബുദ്ധനായി. എന്തായാലും ഞാൻ ആദ്യമായിട്ടാണ് ഒരു ബുദ്ധ ടെമ്പിൾ സന്ദർശിക്കുന്നത്. കുറേ ഉള്ളിലേക്ക് പോയി ഒരു കുന്നിൻ്റെ മുകളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ചുറ്റും ശാന്തത മാത്രം. ചുറ്റും കൂളാണ്. തണുത്ത കാറ്റ് നന്നായിട്ട് അടിക്കുന്നുണ്ട്. ചൈനീസ് ശൈലിയിലാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. പലതരത്തിലുള്ള വളരെ മനോഹരമായ പ്രതിമകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ലാഫിംഗ് ബുദ്ധയുടെ ഒരു വലിയ പ്രതിമ ഇവിടെ കാണാം. പ്രതിമയുടെ താഴ്ഭാഗത്തായി പല തരത്തിലുള്ള ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട്. പല ഭാവത്തിലുള്ള ബുദ്ധ സന്യാസികളുടെ ചിത്രമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. തിരക്കേറിയ ജീവിതത്തിനിടയിൽ മനസ്സിന് ശാന്തി നൽകുന്ന ഒരു പുണ്യസ്ഥലം തന്നെയാണിത്. നമ്മെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത് ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ തന്നെയാണ്. ഞങ്ങൾ കുറച്ച് സമയം ഇവിടുത്തെ പുറം കാഴ്ചകളൊക്കെ കണ്ടു നടന്നു. അമ്പലം പുറത്തു നിന്ന് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഈ അന്തരീക്ഷം നമുക്ക് വളരെ ശാന്തിയും സമാധാനവും നൽകുന്നത് പോലെ തോന്നും. എത്ര നേരം ഇവിടെ നിന്നാലും മതി വരാത്ത പോലെ തോന്നും. ഇവിടെ കാണുന്നത് അമ്പലത്തിനകത്തേക്കുള്ള പ്രവേശന കവാടമാണ്. പ്രകൃതി അനുഗ്രഹിച്ചതുപോലെ വളരെ സുഖകരമായൊരു കാലാവസ്ഥയാണിവിടെ. ഇനി നമുക്ക് ടെമ്പിളിനകത്തേക്ക് പ്രവേശിക്കാം. ഇന്ന് നമുക്ക് കാനഡയിലെ ബുദ്ധമത ടെമ്പിളിൻ്റെ വളരെ മനോഹരമായ ഉൾഭാഗം കാണാം. ഇവിടെ പ്രവേശിക്കുമ്പോൾ തന്നെ മനസ്സിലൊരു പ്രത്യേക ശാന്തത അനുഭവപ്പെടും. ചുറ്റുമുള്ള നിശബ്ദതയും ഭക്തി നിറഞ്ഞ അന്തരീക്ഷവും മനസ്സിനെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് പോലെയാണ്. ചുറ്റും കാണുന്ന സ്വർണത്തിലുള്ള ബുദ്ധപ്രതിമകൾ ക്ഷേത്രത്തിനെ അതിമനോഹരമാക്കുന്നു. ഇവ സന്ദർശകരിൽ സമാധാനവും ഭക്തിയും ഉണർത്തുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ അകത്തെ അലങ്കാരങ്ങളും ഭിത്തിയിലെ കൊത്തുപണികളും വിളക്കുകളുടെ മൃദുലമായ പ്രകാശവും അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന സുഗന്ധവും ഒക്കെ വളരെ ശാന്തമായ ഒരു അനുഭവം സമ്മാനിക്കുന്നു. ഇവിടെ എത്തുന്ന ആളുകൾ പ്രാർത്ഥിക്കാനും ധ്യാനിക്കാനും കുറച്ച് സമയം നിശബ്ദമായി ചിലവഴിക്കാനുമാണ്. സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും എല്ലാറ്റിനെയും ജയിക്കാമെന്ന് ലോകത്തെ പഠിപ്പിച്ച ആ മഹാന്റെ പ്രതിമയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ മനസ്സ് തികച്ചും ശാന്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതവും സന്ദേശവും ലക്ഷക്കണക്കിന് ആളുകൾക്ക് സമാധാനത്തിൻ്റെയും പ്രത്യാശയുടെയും വഴികാട്ടിയാണ്. കുഞ്ഞു പ്രായത്തിലുള്ള ബുദ്ധൻ്റെ ഒരു പ്രതിമ ഇവിടെ കാണാം. ഇവിടെ എത്തുന്ന ഓരോ സന്ദർശകരും ആ കുഞ്ഞു ബുദ്ധനെ വെള്ളമൊഴിച്ച് കുളിപ്പിക്കുന്നത് കാണാം. പുതിയ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭം കൂടിയാണിത്.